2023 നീറ്റ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ദ റേഡിയസ് ഓഫ് ഇന്നമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് 5.3 × 10⁻11 മീറ്റേഴ്സ്. ഇതിനെ നമ്മൾ ഓർബിറ്റൽ ബോർ റേഡിയസ് എന്ന് വിളിക്കും. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് തേർഡ് അലൗഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം? ഓർബിറ്റൽ റേഡിയസും ക്വാണ്ടം നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസിൽ ഇതിൽ എഴുതിയാൽ R1 is equal to kn1 സ്ക്വയർ എന്ന് എഴുതാം, R2 is equal to kn2 സ്ക്വയർ എന്ന് എഴുതാം. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് കെയും കെയും കട്ട് ചെയ്താൽ n1/n2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ റേഡിയസ് തന്നിരിക്കുന്നു 5.3 × 10⁻11. R2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നാമത്തെ ക്വാണ്ടം നമ്പർ ഇന്നർമോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ക്വാണ്ടം നമ്പർ 1 ആണ്. രണ്ടാമത്തെ കേസ് തേർഡ് അലൗഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n is equal to 3. അപ്പോൾ ഓരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R1 വാല്യൂ തന്നിരിക്കുന്നു 5.3 × 10⁻11 ബൈ R2 കാൽക്കുലേറ്റ് ചെയ്യണം. n1 ഗ്രൗണ്ട് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയ ക്വാണ്ടം നമ്പർ 1. രണ്ടാമത്തത് തേർഡ് അലൗഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n is equal to 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 1/3 സ്ക്വയർ എന്ന് വന്നാൽ 1/9 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. R2 is equal to 9 ഇൻറ്റു ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 5 45 വരും. 45 ഓർ 46 അടുത്ത് വരും. 9 × 5 45, 9 × 3 27, 47 എന്ന് വരും. 47.7 എന്ന് വരും ഇൻറ്റു 10⁻11. ഞാൻ ഒരു പ്ലേസ് കൂടി ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ 4.77 ഇൻറ്റു 10⁻10 ആൻസർ കിട്ടും. 10⁻10 നമ്മൾ ആങ്സ്ട്രം എന്ന് വിളിക്കും. സോ ഫൈനൽ ആൻസർ 4.77 ആങ്സ്ട്രം അല്ലെങ്കിൽ ഓപ്ഷൻ 2.